കോൺഗ്രസ് നേതാവ് ശ്രീമതി ഷമാ മുഹമ്മദാണ് ഇന്ന് അതിഥിയായി നമുക്കൊപ്പം ലീഡേഴ്സ് ഫോണിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീമതി ഷമാ മുഹമ്മദ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. എന്തായി ഓണവിശേഷങ്ങളൊക്കെ? അങ്ങനെ പോന്നു. 2 ദിവസമല്ലേ, 5-ാം തീയതിയല്ലേ ഓണം? അതെ അതെ. നാട്ടിലാണോ അതോ ഡൽഹിയിൽ തന്നെയാണോ ഓണം? ഇല്ല, എനിക്ക് ഒരു ചെറിയ കാലിൻ്റെ പ്രശ്നമുണ്ട്, ടെൻഡനൈറ്റിസ്. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ എല്ലാ 10 ദിവസവും കണ്ണൂരാണ്. പക്ഷെ നാട്ടിൽ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഓണത്തിന് എനിക്ക് വിഷമമുണ്ട്. ഈ ടെൻഡനൈറ്റിസ് ഫ്രാക്ചറാണ് ഇതിലും നല്ലത്. ഫ്രാക്ചർ ആകുമ്പോൾ നമുക്കൊരു കാസ്റ്റിലിരുന്ന് നിൽക്കാം. പക്ഷേ ടെൻഡനൈറ്റിസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെൻഡൻ ടയർ വന്നു കഴിഞ്ഞാൽ ഇതിൽ വെറും റെസ്റ്റും ഫിസിയോതെറപ്പിയും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഫിസിയോതെറപ്പിസ്റ്റിനോട് ഞാൻ ഇന്നലെ പല പ്രാവശ്യം ചോദിച്ചു, ഡോക്ടറോടും എനിക്ക് 3 ദിവസം ഒന്ന് അങ്ങോട്ട് പോയി വരണം, 4 ദിവസം. അവർ പറഞ്ഞു പറ്റില്ല മാഡം, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് നടക്കാണ്ടെടുക്കാൻ പറ്റും. എനിക്ക് നടക്കാൻ പറ്റില്ല ഈ വേദന വന്നു കഴിഞ്ഞാൽ, അതാ പ്രശ്നം. അതുകൊണ്ട് റെസ്റ്റിലാണ് ഇപ്പം. ഓ ശരി ശരി ശരി. അപ്പം ഇത്തവണ നാട്ടിലത്തെ ഓണം മിസ് ചെയ്യുമല്ലോ? ഫസ്റ്റ് ടൈം ആണ് എനിക്ക് തോന്നുന്നു ഞാൻ രാഷ്ട്രത്ത് വന്നിട്ട് 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഓണാഘോഷം. അവിടെ എനിക്ക് സങ്കടമുണ്ട്. എല്ലാവരോടും എൻ്റെ ഓണാശംസകൾ, കേരളയിലുള്ള എല്ലാവരോടും. എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂക്കളിടും, പിന്നെ ഞങ്ങൾ ഓരോ ആളെ പോയി കാണും. ഓണത്തിൻ്റെ സദ്യ അതിപ്പം മിസ്സായി പോവും. എൻ്റെ വീട്ടിൽ തന്നെ ഉമ്മ ഓണത്തിൻ്റെ സദ്യ ഉണ്ടാക്കും. ഓ ഓക്കെ ഓക്കെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര മിസ്. എൻ്റെ ഉമ്മയുടെ ഓണസദ്യ ഉഗ്രനാണ്. ഉമ്മയുടെ പച്ചക്കറിയുടെ ഭയങ്കര ഓണസദ്യ എൻ്റെ ഉമ്മയുടെ. അപ്പോൾ അതെനിക്ക് ഏറ്റവും മിസ്സാണ് എൻ്റെ ഉമ്മയുടെ ഓണസദ്യ ഇപ്രാവശ്യം. അല്ലെങ്കിൽ നമ്മളിപ്പം ഡൽഹിയിലാണെങ്കിലും ഇപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് മലയാളികളുള്ള സ്ഥലങ്ങളിലൊക്കെ ഓണസദ്യയും എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും. പക്ഷേ എങ്കിൽ നമ്മുടെ വീട്ടിൽ കുടുംബത്തോടൊപ്പമുള്ള ഒരു ഓണം അത് എല്ലാവർക്കും സ്പെഷ്യലാണ്. അത് അല്ല, പിന്നെ ഞങ്ങൾ മലയാളികൾക്ക് ഒരു കാര്യമുണ്ട്, ഓണം ആയാലും കേരളത്തിലെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമല്ലേ ഇത് ഓണം. അത് നിങ്ങൾ ഏത് മതമായാലും നമുക്ക് എല്ലാവർക്കും ഓണം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഉത്സവമാണ് കേരളയിൽ. അതാണ് എനിക്ക് കേരള ഞാൻ ഒരു മലയാളി ആയെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഐ എം വെരി പ്രൗഡ്. ബിക്കോസ് നമ്മൾക്ക് എന്ത് ഉത്സവമാകുമ്പോൾ എല്ലാവരും ഒക്കെയാണ് ഞങ്ങളെല്ലാം ആഘോഷിക്കാം. പിന്നെ ഞങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി പോലെ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം ഞങ്ങൾക്ക് വയനാട്ടിലെ പ്രശ്നം വന്നേരും, അവിടെ എല്ലാവരും ഒക്കെ മതം നോക്കാണ്ട്, കാസ്റ്റ് നോക്കാണ്ട്, ജാതി നോക്കാണ്ട്, ഏത് പാർട്ടി എന്നാണ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നല്ലോ വയനാട്. അതാണ് മലയാളികൾ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടത്. അത് വേറെ സംസ്ഥാനത്തിൽ ഇത്രയധികം കണ്ടിട്ടില്ല, കേരളത്തിൽ കാണുന്ന പോലെ. തീർച്ചയായും ആ ഒരു മതമൈത്രി തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീമതി ഷമാ മുഹമ്മദ്, ഇപ്പോൾ വാർത്തകളിലേക്കും മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ വന്നാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യമൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന ദിവസങ്ങളൊക്കെയാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് ബീഹാറിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത വോട്ടർ അധികാർ യാത്ര, അത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു ഉയിർപ്പായി മാറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് BJP വീഴ്ത്താനാകും എന്നൊരു പ്രതീക്ഷ അത് കൂടുതൽ ശക്തിപ്പെടുകയല്ലേ ശ്രീമതി ഷമാ മുഹമ്മദ്? ഡെഫിനറ്റ്ലി അത് പ്രതീക്ഷയല്ല, ഞാൻ ഷുവറായിട്ട് പറയാന്ന്. അവിടെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം ഈ കാലിൻ്റെ പ്രശ്നമായതുകൊണ്ട്. പക്ഷേ പോയി വന്ന് കുറേ പത്രക്കാർ, കുറേ എൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല ജനറൽ പബ്ലിക്, അവർ പറയാന്ന് ഈ യാത്രയിൽ ജനങ്ങൾ അവിടെ കൂടി നിൽക്കുകയെന്ന് അവർക്ക് മനസ്സിലായി. അവരെ വോട്ട് കക്കുകയെന്ന് BJP. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എത്ര വിശദീകരമായിട്ടാണ് ഒരു പത്രസമ്മേളനം നടത്തിയത്. അന്ന് എല്ലാവരും വിശദീകരിച്ചു, ഇങ്ങനെ ഈ കാര്യം, മഹദേവ്പൂരിൻ്റെ കാര്യം, മഹാരാഷ്ട്രയുടെ കാര്യം, കർണാടകയുടെ കാര്യം, ഡബിൾ വോട്ടർ ID, ബോഗസ് വോട്ടർ, അഡ്രസ്സ് ബോഗസ് ആയിട്ടുള്ള, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടിയും തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, രാഹുൽ ഗാന്ധി അഫിഡവിറ്റ് തരണം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അനുരാഗ് ഠാക്കൂറും വയനാടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കള്ളായിരുന്നു. അപ്പോൾ അനുരാഗ് ഠാക്കൂർ അനുരാഗ് ഠാക്കൂറിനോട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു അഫിഡവിറ്റ് എടുക്കാത്തത്, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിനോട്? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP ഒന്നാണ്, വേറെ അല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
BJPയുടെ നിർദ്ദേശത്തിലാണ് എന്തും ചെയ്യുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നേ ഒരു സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു ബോഡി ആയിരുന്നു ഇന്ത്യയിൽ. ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ BJPയുടെ സർക്കാർ പറയുന്നത് അതാ ചെയ്യുന്നത്. അതാണ് നമുക്ക് സങ്കടമുള്ള കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ ചെയ്യേണ്ടത്? അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകളെ കൊണ്ട് മറുപടി പറയണം. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പത്രസമ്മേളനത്തിൽ അതിൻ്റെ മറുപടിയില്ല. വെറും രാഹുൽ ഗാന്ധിനോട് അഫിഡവിറ്റ്, ഒരു കോൺഫ്രണ്ടേഷണൽ ആറ്റിറ്റ്യൂഡായിരുന്നു അവരത്. അപ്പം അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മറുപടി വേണം. പിന്നെ നിങ്ങൾ SIR കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തിനാണ് ഈ SIR ആദ്യം കൊണ്ടുവന്നത്? അവർ പറഞ്ഞു SIR ഞങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ അവിടെ ബംഗ്ലാദേശീസിൻ്റെ റോഹിംഗ്യ ഉണ്ട്, അവരെ ഞങ്ങൾക്ക് പുറത്താക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ശേഷം ഞങ്ങൾ ചോദിച്ചു എത്ര ബംഗ്ലാദേശിയും റോഹിംഗ്യനും നിങ്ങൾ പുറത്താക്കി? അതിൻ്റെ മറുപടി അന്ന് ആ പത്രസമ്മേളനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി തന്നിട്ടില്ല. പിന്നെ അവർ 2003 കമ്പയർ ചെയ്തു. 2003 ആ ഒരു മാസം അവർ ഈ എത്ര വീട്ടിൽ എത്ര വോട്ടർ ID ഉണ്ട്, ആർക്കാ വോട്ടില്ലാത്ത, അത് ഒരു മാസം എടുത്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നത്തെ കാര്യം ഈ ചെക്കിങ്ങും അതെല്ലാം 8 മാസം ഉണ്ടായിരുന്നു. ഇവിടെ അതിന് വെറും ഒരു മാസമല്ലേ ഉള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കള്ളം പറയുന്നത്. അന്ന് 11 ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിട്ടില്ല, ഇന്ന് 11 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് ആധാർ കാർഡ് വേണ്ട, പക്ഷേ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും വേണം, റെസിഡൻസിയും വേണം. ഈ റെസിഡൻസിയും കാസ്റ്റും കിട്ടണമെങ്കിൽ ആധാർ കാർഡ് വേണം. 2022 BJPയുടെ സർക്കാരാന്ന് പറഞ്ഞ വോട്ടർ ID കൊണ്ട് നമ്മൾ ആധാർ കാർഡ് ഇതിലെ വലിയൊരു കാര്യം പറയുവാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ കേരളത്തിലേക്ക് വരെ ജോലിക്ക് വരുന്ന ആളുകൾ, ഇവിടെ 2, 3, 4 മാസം ജോലിക്ക് വരുന്ന ആളുകൾ തിരിച്ചു പോകുമ്പോൾ അവർക്ക് കുടുംബമില്ല, അവർക്ക് അഡ്രസ് ഇല്ല. അതാണ് അവസ്ഥ. അതന്നെ, ഞാനും അവിടെ കണ്ണൂരുണ്ടായാലും ഒരു മാസം മുമ്പ് ഞാൻ ഒരു പെട്രോൾ സ്റ്റേഷനിൽ പോയി ഒരു ബിഹാരി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾ പോകുന്നില്ലേ മറ്റേ ഇതിന് വേണ്ടിയിട്ട്, നിങ്ങൾ SIR നടന്നുകൊണ്ടിരിക്കില്ല? ഏത് SIR? അദ്ദേഹത്തിന് അറിയും കൂടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ പോകാൻ പറ്റില്ലെങ്കിൽ അവർ പറഞ്ഞു ഓൺലൈൻ ചെയ്യാൻ. ഞങ്ങൾക്കറിയില്ല മാഡം ഒന്നും. അപ്പോൾ കുറേ പേർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. ചിലർക്ക് SIRനെ പറ്റിയിട്ട് അറിയില്ല, ചിലർക്ക് അറിയാം. പിന്നെ മൂന്നാമത്തെ അവനെ കണ്ടുതരാൻ പറഞ്ഞു, മാഡം ഞാൻ ഇപ്പം പോയാൽ ഞാൻ അവിടെ പോകുന്ന ഈ യാത്രയുടെ പൈസ ആര് തരും? പിന്നെ ഇനിയും ഞാൻ വോട്ട് ചെയ്യാൻ പോകണ്ടേ? അപ്പോൾ ഇതൊന്നും അവർ നോക്കുന്നും കൂടിയില്ല. അവർക്ക് ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട് ഈ SIR ഇപ്പം മനസ്സിലാക്കണം? നിങ്ങൾക്ക് SIR ചെയ്യും 1 കൊല്ലം മുമ്പേ ചെയ്യാം. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പം ചെയ്യുന്നതാണ്? അവർക്ക് മനസ്സിലായി ഈ തെരഞ്ഞെടുപ്പ് എത്തുന്ന മുമ്പേ അവർ തോക്കാൻ പോവാന്ന്, JDUയും BJPയും NDAയുടെ സർക്കാർ. അപ്പം അവരെന്ത് ചെയ്തു? ഇത് തുടങ്ങിയാൽ അവർക്ക് 65 ലക്ഷം ആൾക്കാരെ പുറത്താക്കാം. അപ്പോൾ അവർക്ക് ജയിക്കാൻ പറ്റും. ബിക്കോസ് ചില സ്ഥലത്ത് മാർജിൻ കുറവാണ്. ഏറ്റവും അധികം അവർ പുറത്താക്കിയ വോട്ടേഴ്സ് സീമാഞ്ചൽ ഏരിയയിലാണ്. സീമാഞ്ചൽ എന്ന് പറഞ്ഞാൽ 4 ഡിസ്ട്രിക്ട്സ് അവിടെ മുസ്ലിം മെജോറിറ്റിയാണ്. അപ്പോൾ മുസ്ലിംസ്, ദളിതുകൾ, ആദിവാസികൾ അവരെല്ലാം പുറത്താക്കാനുള്ള ഒരു സിസ്റ്റമാണിത്. അപ്പം ഇത് ഡെഫിനറ്റ്ലി ബാക്ക് ഫയർ ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ നേതാവ് രാഹുൽ ജി അവിടെ യാത്ര ചെയ്ത് അദ്ദേഹത്തിന് മനസ്സിലായി ജനങ്ങളോട് ഡയറക്റ്റായിട്ട് എനിക്ക് സംസാരിക്കണം, എന്നാലേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്ര അധ്വാനിക്കുന്ന ഒരു നേതാവാണ്. എല്ലാ ദിവസവും അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് 1-ാം തീയതി അത് പൂർത്തിയായ യാത്ര. അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സ്നേഹവും അദ്ദേഹത്തിന് തീർച്ചയായും ശ്രീമതി ഷെമ മുഹമ്മദ്, കാരണം അതിന്റെ ഈ വോട്ടർ അധികാർ യാത്രയുടെ സമാപന സമ്മേളനത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം അവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്, എത്രത്തോളമായിരുന്നു അവിടുത്തെ ഈ ആളുകൾ ആ യാത്രയെ അംഗീകരിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യപ്പെടലിൻ്റെയും ഒത്തുചേരലിൻ്റെയും കൂടി ഒരു വേദിയായി മാറിയിട്ടുണ്ടായിരുന്നു അന്ന് പാറ്റ്നയിൽ. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം വേറെയാണ്. കേരളത്തിൽ ഇപ്പം ഇടതു മുന്നണിയും അതേപോലെ തന്നെ UDFും രണ്ടും 2 ചേരിയിലാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നവരാണ്. പക്ഷേ നാഷണൽ അങ്ങനെയല്ല, എല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു സാന്നിധ്യം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു. അങ്ങനെ കരുതുന്നുണ്ടോ അങ്ങ്? സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ BJPയും PDPയും തമ്മിൽ കശ്മീരിൽ അവർ ഒന്നായിരുന്നു ഒരു സമയത്ത്. നമുക്കത് മറക്കാൻ പാടില്ല. TDP എന്തിനാണ് 2019 ആ സർക്കാർ NDA സർക്കാരിന് പുറത്ത് വന്നത്? നമുക്ക് ഓർമ്മയില്ല. അവർ ദേഷ്യത്തിലാണ് DDP ചന്ദ്രബാബു നായിഡു വന്ന് പുറത്ത് വന്നത്. അവർക്ക് ആ സ്പെഷ്യൽ സ്റ്റേറ്റസ് കിട്ടുന്നില്ല. ഇപ്പം TDP എവിടെ? BJPയുടെ ഒക്കെ. അപ്പം രാഷ്ട്രത്തിൽ പല കാര്യങ്ങളുണ്ടാവും. ഇപ്പം വെസ്റ്റ് ബംഗാളിൽ
ഞങ്ങൾ TMCൻ്റെ എതിരാണ് അവിടെ. പക്ഷെ TMCയുടെ അവരൊരു നേതാവിനെ അയച്ചിട്ടുണ്ടായിരുന്നു, യൂസഫ് പത്താൻ ഉണ്ടായിരുന്നു അന്ന് സ്റ്റേജിൽ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ BJP-നോടും ചോദ്യം ചോദിക്കണമല്ലോ. അവരും കുറേ പാർട്ടീസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവർ പുറത്തു പോകും, പിന്നെ അവർ തിരിച്ചു വരും. അവർ ശിവസേനനെ രണ്ടാക്കി, അവർ മറ്റേ NCP-നെ രണ്ടാക്കി, രാംവിലാസ് പാസ്വാന്റെ പാർട്ടിനെ രണ്ടാക്കി. അപ്പം അവരെന്ന് പറയുന്നതെന്ന് പ്രശ്നം, ഞങ്ങൾ UPA-യുടെ ഓരോ ആലൈസ് നാഷണൽ ലെവലായാലും അവരിപ്പോഴും ഞങ്ങൾ ആലൈസാണ്, ഞങ്ങൾ മുന്നണിയാണ് ഇപ്പോഴും. ഞങ്ങൾ ഒരു മുന്നണീനെ രണ്ടാക്കൂല. ഞങ്ങളിപ്പോഴും നമ്മളൊക്കെ DMK ഉണ്ട്, RJD ഉണ്ട്, ശരത് പവാറിൻ്റെ NCP ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ അന്നുമുള്ള ആലൈസും മുന്നണികൾ ഇന്നും ഉണ്ട്. അപ്പം അങ്ങനെയാണ് രാഷ്ട്രീയം. ശ്രീമതി ഷെമാ മുഹമ്മദ്, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചു എന്ന് ആരോപിച്ച് ബീഹാറിൽ BJP ഹർത്താലിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഇത് ഈ യാത്രയുടെ വിജയം കണ്ടുള്ള ഭയമാണെന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ്? ഷുവർ, യാത്രയുടെ വിജയം, പിന്നെ ഡൈവേർട്ട് ആൻഡ് ഡിസ്ട്രാക്ട്, ആ സബ്ജക്റ്റ് നിന്ന് അവർക്ക് മാറ്റി നിൽക്കുക. ഞങ്ങൾ പറയുന്നത് അവിടെ പറഞ്ഞവൻ നിങ്ങളാണ് സർക്കാർ, BJP-യുടെ സർക്കാരല്ല അവിടെ ഉള്ളത്. അപ്പം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യൂ, ഇത് പറഞ്ഞവൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിലിടൂ, നടപടി എടുക്കൂന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവരെ സർക്കാരാണ്. എനിക്കതാ മനസ്സിലാത്ത എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ അവരെന്നെ അയച്ചതാണ് ഈ വ്യക്തിനെ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മനെ അപമാനിച്ചു എന്ന്. സോണിയാഗാന്ധിനെ ജെർസി കൗന്ന് വിളിച്ച ആളാണ് നരേന്ദ്രമോദി. ശശി തരൂറിൻ്റെ ഭാര്യനെ 50 crore ഗേൾ ഫ്രണ്ട്, പിന്നെ സോണിയാഗാന്ധിനെ കോൺഗ്രസ് കി വിധവ. മൻമോഹൻ സിംഗ് അവിടെ ഇരിക്കുന്ന സമയത്ത്, പാർലമെന്റിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ് മൻമോഹൻ സിംഗ് റെയിൻകോട്ട് പെഹൻകെ ഷവറിലേത്തെ, റെയിൻകോട്ട് ഇട്ടിട്ട് ഷവർ എടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ പിന്നെ നമുക്ക് മറക്കാൻ പറ്റൂല. അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ എൻ്റെ പെങ്ങളെയും മക്കളെല്ലാം അപമാനിക്കുകയാണ്, പെങ്ങന്മാരെയും മക്കന്മാരെയും. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് നിങ്ങളെ ഈ പെങ്ങന്മാരെയും അവരെ അപമാനിക്കുമ്പം മൊളസ്റ്റേഷൻ ചാർജസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തു പ്രധാനമന്ത്രി? നിങ്ങൾക്കറിയോ, മൊളസ്റ്റേഷനും റേപ്പും ഇസ് എ കോഗ്നിസബിൾ ഒഫൻസ്. എന്നിട്ടും ഡൽഹി പോലീസ് FIR ഫയൽ ചെയ്തിട്ടില്ല. സുപ്രീം കോർട്ട് പറഞ്ഞിട്ടാണ് പിന്നെ ഫയൽ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇവിടെ അദ്ദേഹത്തിനോട് ആ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ അധ്യക്ഷനായിട്ട് മാറ്റി നിർത്തിയിട്ടില്ല പ്രധാനമന്ത്രി, MP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. എവിടെ അന്നേരം ഹാത്രസിൽ എവിടെ പ്രധാനമന്ത്രി? ഉനാവുൽ അവരെ സ്വന്തം MLA ആണ് റേപ്പ് ചെയ്തത്, ബലാത്സംഗം ചെയ്തത്. എന്നിട്ടും പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ബിൽക്കീസ് ബാനുവിന്റെ ബലാത്സംഗം ചെയ്ത അവരെ നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വിട്ടു, റെമിഷൻ ചെയ്തിട്ട് മാലയിട്ടിട്ട് പിന്നെ നിങ്ങൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്നു. മണിപ്പൂരിലെ സ്ത്രീകൾ, അവർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി എന്തും പറഞ്ഞു. അവിടെ ഇതുവരെ 2 കൊല്ലമായിട്ട് പ്രധാനമന്ത്രി അവിടെ പോയില്ല. പക്ഷെ ലോകത്തെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രിക്ക് പൊളിറ്റിക്കൽ ആവുമ്പം എന്തെങ്കിലും വരുമ്പോൾ പ്രധാനമന്ത്രി ഇത് പറയും. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇവിടെ ബലാത്സംഗം നടക്കുമ്പം അദ്ദേഹത്തിൻ്റെ നേതാവ് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുന്നില്ല? അപ്പം ഈ പ്രധാനമന്ത്രി ഡൈവേർട്ട് ആൻഡ് ഡിസ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഈ യാത്ര രാഹുൽ ഗാന്ധിൻ്റെ നല്ല സക്സസ്ഫുൾ ആയിരിക്കുക. അപ്പം ഇനി വരുന്നത് ഞങ്ങളെ സർക്കാർ വരും ബീഹാറിൽ. അപ്പോൾ അതെങ്ങനെ നമ്മൾ മാറ്റി നിർത്തുന്നുള്ള ഒരേ ഒരു പ്ലാനിങ് ആയത്. ഓക്കെ, വ്യക്തമാണ് ശ്രീമതി ഷെമാ മുഹമ്മദ്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു ഐക്യപ്പെടൽ ഉണ്ടാകട്ടെ, ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇന്നൊരു നല്ല ദിവസം ആശംസിക്കുന്നു. അങ്ങക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല എങ്കിലും ഡൽഹിയിൽ ഓണം അടിച്ചു പൊളിക്കൂ. എല്ലാവിധ ആശംസകളും. വളരെ നന്ദി. നിങ്ങൾക്കും എൻ്റെ ആശംസകൾ. ഓക്കെ, താങ്ക് യു.